സുഹൃത്തെ, പഠിക്കാനുള്ള മനസ്സ് കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ മനസ്സിൻ്റെ മസിലുകൾക്ക് സ്ട്രെങ്ത് ഇല്ല. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഉറച്ചു നിന്ന് അത് ചെയ്ത് തീർത്ത് നിങ്ങളെ തന്നെ കാണിക്കാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ മനസ്സിൻ്റെ മസിലുകൾക്കില്ല. നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനാണ്. നിങ്ങളുടെ ഈ മനസ്സിന് നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അറിയോ? അത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഡേ ഡ്രീമിങ്, 2 ആവശ്യമില്ലാത്ത ടെൻഷൻ അടുപ്പിക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന, പേടിപ്പെടുത്തുന്ന ചിന്തകൾ നിങ്ങൾ തന്നെ മനഃപൂർവ്വം നിങ്ങളിലേക്ക് വലിച്ചിടുന്ന ഒരു സ്വഭാവം. അതായത് 1 ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, 2 എനിക്കിതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഓവർ തോട്ട്സിൻ്റെ പിറകെ നിങ്ങളിങ്ങനെ ഓടുക. ഈ 2 കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങളിങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ ഓടി നടന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് തന്നെ മനസ്സിലാവില്ല ഞാൻ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവസാനം നിങ്ങളെ തുടങ്ങി വെച്ച കാര്യം ഫിനിഷ് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരു മടിയനാക്കി നിങ്ങളിങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന രീതിയിൽ നിങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ 2 തോട്ട്സ് നിങ്ങളിങ്ങനെ നിരന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നും ശരിയാവുന്നില്ല, പഠിക്കാനുള്ളൊരു മനസ്സ് കിട്ടുന്നില്ല. കാര്യം ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് നിങ്ങളുടെ മൈൻഡിന് കുറവാണ്. ഈ സ്ട്രെങ്ത്ത് നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കൂട്ടിയെടുത്തെങ്കിലേ നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് എഫിഷ്യൻ്റായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. ഈ കഴിവ് കൂട്ടിയെടുക്കാൻ നിങ്ങൾ സ്വയം തന്നെ വിചാരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. വളരെ ഈസിയാണ്, വളരെ കൂളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കഥ പോലെ കേട്ടിരുന്നാൽ മതി. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറയുകയാണ്. നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നിങ്ങളിലേക്ക് കൺഫ്യൂഷനും ഡിസ്ട്രാക്ഷനും പേടിയും ഒക്കെ ഉണ്ടാക്കുന്ന ചിന്തകൾ നിങ്ങളിങ്ങനെ നിങ്ങളിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത എവിടെ നിന്നാണ് തുടങ്ങുന്നത് അറിയോ? അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ നല്ല ആഗ്രഹത്തോടു കൂടി നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ദിവസമായിരിക്കും തുടങ്ങുന്നത്. നല്ലൊരു ഫ്രഷ് ഡേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ ഫോക്കസോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ഡേ ആണ് ഇന്ന്. പക്ഷേ നിങ്ങളറിയാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എടുത്ത് നോക്കി പോവാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങളോട് കണ്ടുപോവാണ്. ചിലപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ക്രോമിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ന്യൂസ് കാണുന്നു. ന്യൂസിന് പകരം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ എടുത്തു നോക്കുന്നു, ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ എന്തെങ്കിലുമൊക്കെ എടുത്തു നോക്കുന്നു. നിങ്ങളത് എടുത്തത് മുതൽ നിങ്ങൾ അതിൽ നിന്ന് ഇനി പുറത്തേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഈ ആപ്സ് ഉണ്ടാക്കിയ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അവർ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റെക്കമെൻഡിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. മിനിറ്റുകളും മണിക്കൂറുകളും പോകുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. പക്ഷേ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് ബോധം വരും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. നിങ്ങളീ കണ്ട ന്യൂസുകളിലുള്ള, നിങ്ങളീ കണ്ട ചിത്രങ്ങളിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കമ്പാരിസൺസ്, എന്തൊക്കെയോ ഭീതിപ്പെടുത്തുന്ന ഒരുപാട് ന്യൂസുകൾ, ഇതൊക്കെ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ കിടക്കും. നിങ്ങൾ കണ്ടത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രമായിരിക്കും. പക്ഷേ അതോടുകൂടി നിങ്ങളിൽ ആ കമ്പാരിസണും ടെൻഷനും വിഷമങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ദിവസത്തെ ഫോക്കസ്ഡോടുകൂടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിച്ച ആ ചിന്തകൾ പൂർണ്ണമായിട്ടും ഈ ചിന്തകൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. പിന്നെ ഇവർ തീരുമാനിക്കും നിങ്ങളിനി അതിലേക്ക് ഇറങ്ങണോ വേണ്ടയോ, നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഇവർ തീരുമാനിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്ട്രാക്ഷന് നിങ്ങൾക്ക് രാവിലെ തന്നെ കഴിയുന്നതും ഒന്ന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ കണ്ണിങ്ങായിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതിന് പകരം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫോണൊക്കെ ഒന്ന് അവിടെ സൈഡാക്കി വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷപ്പായിട്ട് ആ ഫ്രഷപ്പ് ആകുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ലൈഫിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഇന്ന് ഇത്രയേറെ പഠിക്കാൻ കഴിയും, ഇതാണ് എൻ്റെ ലക്ഷ്യം, എനിക്ക് ഇത്ര ദിവസത്തിനിടയിൽ ഇന്ന കാര്യങ്ങൾ തീർക്കാനുണ്ട് എന്നൊക്കെ നിങ്ങൾ ഈ ഒരു ടൈം ഗ്യാപ്പിനിടയിൽ നമ്മൾ ഈ ന്യൂസൊക്കെ വായിക്കുന്ന ആ സമയത്തിനിടയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഫ്രഷപ്പായി കഴിഞ്ഞ് നിങ്ങൾ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇരുന്ന് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ടു ഡു ലിസ്റ്റിലേക്ക് 4-5 പോയിൻറ്റ്സ് ആയിട്ട് ഈ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് ചെറിയൊരു നോട്ട്ബുക്കോ പേപ്പറോ എടുത്തിട്ട് എനിക്ക് ഇന്ന് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസിൻ്റെ ബേസ്മെൻറ്റാണ്. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിന് പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ബേസ്മെൻറ്റ് നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫേസ്ബുക്കിൻ്റെ പിറകെയോ സോഷ്യൽ മീഡിയകളുടെ പിറകെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പിറകെയോ ന്യൂസുകളുടെ പിറകെയോ പോയാൽ നിങ്ങളിൽ ഈ ഒരു ബേസ്മെൻറ്റ് സംഭവിക്കില്ല. അത് സംഭവിക്കാനുള്ള ചിന്ത പോലും നിങ്ങളിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ കണ്ടുപോയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ടെൻഷനും പ്രഷറും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് രണ്ടാമത്തെ ആളിൽ സംഭവിക്കുന്നില്ല. അയാൾ ഫ്രഷപ്പായിട്ട് ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനോ ഒക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അയാളുടെ കാര്യത്തിലേക്ക് ഇരിക്കുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ഷന് കാരണമാകുന്ന പുറം ലോകത്തെ കാര്യങ്ങൾ കഴിയുന്നത് നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളിലേക്ക് വലിച്ചിടാതിരിക്കുക. നിങ്ങൾ ആ ഒരു ടൈം വേണമെങ്കിൽ രാത്രിയിലേക്ക് മാറ്റിക്കോ. രാത്രി ഒരു 8 മണിക്ക് ശേഷമൊക്കെ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് ന്യൂസൊക്കെ എടുത്ത് കണ്ടോ, നോ പ്രോബ്ലം. ഈ രീതിയിൽ നിങ്ങളൊന്ന് സ്വയം ഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറാൻ തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിന് മനസ്സിലാവും, ഇയാൾക്ക് എന്തൊക്കെയോ പരിപാടികളുണ്ട്, ഇയാൾ കുറച്ച് ഫോക്കസ്ഡ് ആണ്, ഇയാൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, ആൾ വിചാരിച്ചതുപോലെ അല്ല എന്നൊക്കെ തോന്നിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇതുപോലെ ചെയ്തു തുടങ്ങണം. ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങളിലേക്ക് ഫോക്കസിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ബേസ്മെൻറ്റ് നമ്മൾ കൊടുത്തു. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ രീതിയിലൊക്കെ ഫുൾ പ്രിപ്പയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതാണ് ഡേ ഡ്രീമിങ്. ബുക്കും പെന്നും നോട്ടും എല്ലാം മുന്നിലുണ്ടാവും, പക്ഷേ ദിവാസ്വപ്നങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ. ദിവാസ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയാണ് വരിക എന്നറിയോ? എല്ലാം വരും. നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചു പോയ കുറേ പ്രശ്നങ്ങൾ, ഏതൊക്കെയോ സിനിമകളൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിന് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് തോന്നുക, ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവോ എന്നുള്ള ചില ടെൻഷൻ ചിന്തകൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ കുറച്ചിട്ട് നിങ്ങൾ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മാറി തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് വിജയം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു 1.5 മണിക്കൂർ എനിക്ക് പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയം പഠിക്കുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ആ സമയത്ത് എന്തെങ്കിലും ആലോചിച്ച് കൂട്ടുന്നതോ എന്തെങ്കിലും ഡിവൈസിൻ്റെ പുറകെ പോകുന്നതോ എന്തെങ്കിലും ചിത്രങ്ങൾ വരയ്ക്കുന്നതോ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ചില ആളുകളുടെ ഒരു പഠിത്തത്തിൻ്റെ സ്റ്റൈൽ എങ്ങനെ ആയിരിക്കുന്നത്, ചിലപ്പോൾ വർക്കിങ്ങിൻ്റെ സ്റ്റൈൽ എങ്ങനെ ആയിരിക്കുന്നറിയോ? അവർ ചിലപ്പോൾ 5-10 മണിക്കൂർ ഒരു ദിവസം വായിക്കും. ഇത് ആരൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഈ സമയത്ത് ഇവരുടെ ചിന്തകൾ വേറെ പല പരിപാടിയിലും ബിസി ആയിരിക്കും. ഇവരിൽ നിന്ന് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല സംഭവിക്കുന്നത്. അവർ ചിലപ്പോൾ അന്ന് 5-10 മണിക്കൂർ പഠിച്ച കാര്യം ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉണ്ടാവും. ആ ഒരു എഫിഷ്യൻ്റായിട്ട് പഠിക്കുകയോ വർക്ക് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി നിങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളിൽ നിന്ന് ഡേ ഡ്രീമിങ് ഒഴിവാവണം. അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ? നിങ്ങളിലേക്ക് ഡേ ഡ്രീമിങ്ങിന് കാരണമാവുന്ന ചില ചിന്തകൾ നിങ്ങളത് നോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരാൻ പോകുന്ന ചിന്ത ചിലപ്പോൾ പുതിയ ഫോൺ ഇറങ്ങുന്നുണ്ട്, എനിക്കത് വാങ്ങിക്കണം എന്നുള്ളതാവാം. ഒരു ബുക്ക് എടുത്തിട്ട് അതിലുള്ളൊരു പോയിൻ്റായിട്ട് ഈ ഫോൺ എന്നുള്ളത് അവിടെ നോട്ട് ചെയ്യുക. അടുത്ത ചിന്ത എന്തായിരിക്കുന്നറിയോ? എന്നോട് അയാൾ എന്തിനാ അന്ന് അങ്ങനെ പറഞ്ഞു. അടുത്ത പോയിൻ്റായിട്ട് അയാളുടെ പേരും ആ ചിന്തയും അവിടെ നോട്ട് ചെയ്യുക. അടുത്തെന്തായിരിക്കുന്നറിയോ? ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, എനിക്കതൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാം. അടുത്ത പോയിൻ്റായിട്ട് ഇതും എഴുതി വെക്കുക. ഏതെങ്കിലും ഒരു ചിന്തയുടെ മുകളിലായിരിക്കും നിങ്ങളിൽ ഈ ഒരു ഓവർ തോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിങ്ങനെ സംഭവിച്ച് 10-15 മിനിറ്റ് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അറിയില്ല. അതിങ്ങനെ അടുത്ത ചിന്തയായിട്ട് ഇങ്ങനെ മാറിപ്പോവും. ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ തോന്നിയ പോലെ വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചിന്തകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യുന്നത്. ഒരു 10-15 ചിന്ത കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് കുറയും. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ അനുഭവത്തിൽ വരും. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും, മനസ്സിങ്ങനെ ഫ്രീ ആവുന്ന പോലെ തോന്നും. ഒരു 10-15 ചിന്തകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവും, ഇത്രയും കാര്യങ്ങളേ ഉള്ളുവായിരുന്നല്ലേ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ ചിന്തയായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രീ ആവുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. ഈ രീതിയിൽ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള ഡിസ്ട്രാക്ഷനെ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസിങ് വർദ്ധിക്കുമെന്നുള്ളത് പഠനങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള നിങ്ങളുടെ ഡിസ്ട്രാക്ഷനെ നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറയ്ക്കുക. നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവത്തിൽ വരും. അപ്പോൾ ഒരു മെയിൽ വന്നപ്പോൾ പഠിക്കുന്ന ആളുകൾക്കൊക്കെ കുറേ ആളുകൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. അത് 2 പോയിന്റിലേക്ക് ഞാൻ ഒതുക്കിയിരിക്കുകയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ഫോക്കസിങ് കിട്ടുമെന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. താങ്ക്